ഇവർക്ക് മനസ്സാക്ഷിയില്ലേ, ഇവർക്ക് കോമൺ സെൻസ് ഇല്ലേ എന്നൊക്കെ ചോദിക്കും. സ്വാഭാവികമാണ്. കോമൺ സെൻസ് ഇല്ലേ എന്ന് തന്നെ പലരും ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചവരാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ദിവസേന കൈകാര്യം ചെയ്യുന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഉണ്ടാകണമെന്നില്ല. ഇതൊരു സാധാരണ ഇഷ്യൂ. പക്ഷെ അത്തരത്തിലൊരു അനാസ്ഥ അല്ലെങ്കിൽ തരത്തിലൊരു ലാഘവത്തോടെ പെരുമാറുന്ന സമയത്ത് ജനങ്ങളുടെ ഒരു സമീപനമുണ്ട്. ജനങ്ങൾ അവരെ വിശ്വസിച്ച് അതോടൊപ്പം തന്നെ എവിടെ ചിരിക്കണം, എപ്പോൾ ചിരിക്കണം, ഏത് സന്ദർഭത്തിൽ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചിന്തിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ഈസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ 3 പോലീസുകാർ ഇരുന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ഒരു 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, 10 വയസ്സ് മാത്രം പ്രായ ഒരു പെൺകുട്ടിയെ ആ കുട്ടിയുടെ അയൽവാസിയായ യുവാവ് തട്ടിക്കൊണ്ടു പോവുകയും തുടർന്ന് അതിക്രൂരമായി അതിദാരുണമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യുകയും ചെയ്തു. ഈ വാർത്തയെല്ലാം മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഈ സംഭവത്തെ തുടർന്ന് പോലീസ് കുറ്റാന്വേഷണം നടത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു. തുടർന്ന് അവരൊരു പത്രസമ്മേളനം വിളിച്ചു വരും. ആ പത്രസമ്മേളനത്തിലെ രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ മുൻപ് കണ്ടത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഈ 3 ഉദ്യോഗസ്ഥരും, ഉയർന്ന റാങ്കിലുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥർ എന്തോ തമാശ പറഞ്ഞ് ഉറക്കെ പൊട്ടിച്ചിരിക്കുകയാണ്, കുലുങ്ങിച്ചിരിക്കുകയാണ്. അവർ മറ്റൊന്നിനെ പറ്റും ഒരു തരത്തിലും ബോധവാന്മാരല്ലാത്ത രീതിയിൽ പെരുമാറുകയാണ്. ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഇത്ര അതിദാരുണമായ ഒരു സംഭവം നടന്നിട്ടും യാതൊരുവിധ കോമൺ സെൻസും ഇല്ലാതെ അനാസ്ഥ കാണിക്കുന്ന 3 ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ കാണുന്നത്. ഒരു പെൺകുട്ടി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു. എന്നാൽ അത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ച് നടത്തുന്ന പത്രസമ്മേളനത്തിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചു വരുത്തിയതിനു ശേഷം എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അവർക്കറിയില്ല. ഇപ്പം നമ്മളായിക്കോട്ടെ, നമ്മുടെ നാട്ടിലോ തൊട്ടടുത്തോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലോ ഒരു മരണം നടന്നു നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ, അല്ലെങ്കിൽ കുറച്ച് ദൂരെ ആയിക്കോട്ടെ, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദയുണ്ട്. അധികം ആരും സംസാരിക്കില്ല, വലിയ ഉച്ചത്തിൽ നമ്മളാരും സംസാരിക്കാറില്ല. അതുപോലെ തന്നെ ആരും കാണത്തക്ക വിധത്തിൽ ചിരിക്കാറുമില്ല. ഇനി അഥവാ നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടു എന്തെങ്കിലും സംസാരിക്കണം, കുറച്ച് അധികം സംസാരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ചിരി വരുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവിടെ നിന്ന് കുറച്ച് അല്പം മാറി നിന്ന് സംസാരിക്കുകയാണ് ചെയ്യാറ്. കാരണം അവിടെ മരണ വീട്ടിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടൊരു മര്യാദയുണ്ട്. അത് കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സാഹചര്യവും. കാരണം ഒരു കുട്ടി അതിക്രൂരമായി കൊല്ലപ്പെട്ടു. ഇനിയൊരു അവസ്ഥയിൽ അവരുടെ വീട്ടുകാരോടും ബന്ധുക്കളോടും കാണിക്കേണ്ട ഒരു മര്യാദയും നീതിയൊക്കെ ഉണ്ട്. അത് ഈ പോലീസുകാർ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രസ് മീറ്റിന്റെ ദൃശ്യം മീഡിയയിലൂടെ പ്രചരിക്കപ്പെടുന്നു. ഇത് ആ കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും അതുപോലെ തന്നെ ആ കുട്ടിക്ക് വേണ്ടപ്പെട്ടവർക്കും എന്തിനും സമൂഹം മുഴുവൻ ഇതിരുന്ന് കാണുകയാണ്. ആ ഒരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കരുതുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം ഇത് ഒരുപാട് അധികം വിഷമം ഉണ്ടാക്കും, അവരെ ഹേർട്ട് ചെയ്യും. അത് മനസ്സിലാക്കാനുള്ള ഒരു വിവേചന ബുദ്ധി ഇവർക്കില്ലാതെ പോയി എന്നതിലാണ് വിഷമം. പോലീസുകാരാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ദിവസേന കൈകാര്യം ചെയ്യുന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഉണ്ടാകണമെന്നില്ല. ഇതൊരു സാധാരണ ഇഷ്യൂ. പക്ഷെ അത്തരത്തിലൊരു അനാസ്ഥ അല്ലെങ്കിൽ തരത്തിലൊരു ലാഘവത്തോടെ പെരുമാറുന്ന സമയത്ത് ജനങ്ങളുടെ ഒരു സമീപനമുണ്ട്. ജനങ്ങൾ അവരെ വിശ്വസിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അവർക്കുണ്ടാകുന്ന ഒരു അവരുടെ വികാര വിക്ഷോഭങ്ങളൊക്കെ അവർ സാമൂഹ്യ മാധ്യമങ്ങളോട് പ്രകടിപ്പിക്കും. എന്തൊരു തോന്നിവാസമാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ. ഇവർക്ക് മനസ്സാക്ഷിയില്ലേ, ഇവർക്ക് കോമൺ സെൻസ് ഇല്ലേ എന്നൊക്കെ ചോദിക്കും. സ്വാഭാവികമാണ്. കോമൺ സെൻസ് ഇല്ലേ എന്ന് തന്നെ പലരും ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചിരിക്കുകയാണ്. നാളെ ഒരു പക്ഷേ ഇവരുടെ ആരുടെയെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ തന്നെ ബന്ധുക്കളായ ഏതെങ്കിലും കുട്ടികൾക്കോ അവർക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലുമൊക്കെയോ ഇത് സംഭവിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ഇവിടെ ഞാൻ പൂർണ്ണമായും പോലീസുകാരെ തന്നെ കുറ്റപ്പെടുത്തുകയല്ല. ഏതാനും ചിലർ ചെയ്ത തെറ്റിനെ എല്ലാവരോടും ഉപയോഗിക്കുന്നത് ശരിയല്ല. കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ ഒന്നും അവഗണിക്കുകയോ നിഷേധിക്കുകയോ കുറ്റം പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ കാണിച്ചത് വളരെ മോശമായി പോയി. ഇത്തരത്തിലൊരു പ്രവൃത്തി ഒരുപാട് പേരെ വേദനിപ്പിച്ചു. അത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ വഴി ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ നടപടികളിലേക്ക് പോകട്ടെ. ആ പ്രതിക്ക് ഏറ്റവും അർഹമായ ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ കുഞ്ഞിൻ്റെ വീട്ടുകാർക്കും സമൂഹത്തിനും നീതി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചിരി ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് പറയാറ്. എന്നാൽ ചിരി വളരെ അമിതമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചിരി എന്നേക്കുമായി മാഞ്ഞു പോകും. ചിലപ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചു വരെ പോകാം. ചിരി ആവശ്യം തന്നെയാണ് മനുഷ്യന് ആയുസ് വർദ്ധിപ്പിക്കാൻ. എന്ന പോലെ നമ്മുടെ പുഞ്ചിരി നിലനിർത്തേണ്ടതും നമ്മുടെ സന്തോഷം നിലനിർത്തേണ്ടതും
നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും